സുഹൃത്തുക്കളെ, ഏപ്രിൽ 14 നാം ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആചരിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ആഘോഷത്തിനൊപ്പം ഒരു പ്രധാന ചോദ്യവും നമ്മൾ ചോദിക്കണം. അദ്ദേഹം പറഞ്ഞ ജാതിനാശം എന്ന ആശയം ഇന്ന് എവിടെ നിൽക്കുന്നു? ജാതി വർണ്ണ വ്യവസ്ഥ ഹിന്ദു സമൂഹത്തിൽ ഏറെ പഴക്കമുള്ളതാണ്. വേദങ്ങൾ മുതൽ മനുസ്മൃതി വരെ പല മതഗ്രന്ഥങ്ങളും ഈ വ്യവസ്ഥയെ പിന്തുണച്ചിരുന്നു. ഈ വ്യവസ്ഥയ്ക്കെതിരെ ആദ്യ ശക്തമായ പ്രതികരണം ഉയർന്നത് ഗൗതമ ബുദ്ധനിൽ നിന്നായിരുന്നു. ഇത് ഒരു വലിയ സാമൂഹിക വിപ്ലവമായിരുന്നു. എന്നാൽ പിന്നീട് ഈ ആശയങ്ങൾക്ക് എതിരായി ശക്തമായ പ്രതികരണം ഉണ്ടായി. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കപ്പെട്ടു. തുടർന്ന് കബീർദാസ്, രവിദാസ് പോലുള്ള സന്യാസികൾ സമത്വവും മനുഷ്യ മൂല്യങ്ങളും പ്രചരിപ്പിച്ചു. എന്നാൽ ജാതി വ്യവസ്ഥയിൽ നിന്ന് പ്രയോജനം നേടിയ ശക്തികൾ ഇവരെ എതിർത്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പുതിയ വിദ്യാഭ്യാസ സംവിധാനം വന്നതോടെ സമത്വ ചിന്തകൾ ശക്തമായി. ജ്യോതിറാവ് ഫൂലെ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിനൊപ്പം സാവിത്രിബായി ഫൂലെയും ഫാത്തിമ ഷെയ്ഖും സ്ത്രീ വിദ്യാഭ്യാസത്തിനായി വലിയ പോരാട്ടം നടത്തി. ഇതിനൊടുവിൽ വലിയ മാറ്റം കൊണ്ടുവന്നത് ബി ആർ അംബേദ്കർ ആയിരുന്നു. ചൗദാർ തടാക സമരം, ക്ഷേത്രപ്രവേശന സമരം എന്നിവയിലൂടെ അദ്ദേഹം സമത്വത്തിനായി പോരാടി. ജാതി വ്യവസ്ഥയ്ക്ക് മതപരമായ പിന്തുണ നൽകുന്ന മനുസ്മൃതി കത്തിച്ചു കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രതിഷേധമായിരുന്നു. ഇതോടൊപ്പം പെരിയാർ ഇ.വി. രാമസ്വാമി സ്വാഭിമാന പ്രസ്ഥാനം വഴി സമൂഹത്തെ ഉണർത്തി. ഈ എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം മുന്നോട്ട് പോയി. ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായി ബി ആർ അംബേദ്കർ ആയത് ഒരു പ്രതീകം മാത്രമല്ല, സമത്വ മൂല്യങ്ങളുടെ വിജയമായിരുന്നു. എന്നാൽ സമത്വത്തിലേക്കുള്ള ഈ യാത്രയ്ക്കെതിരായി ചില ശക്തികൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ആയിരുന്നു. ദളിത്, OBC പ്രസ്ഥാനങ്ങൾ ജാതിലിംഗ അസമത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ ചില ശക്തികൾ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉപയോഗിച്ച് ശ്രദ്ധ തിരിച്ചു. രാമക്ഷേത്രം, ഗോരക്ഷ, ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു. മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കിയപ്പോൾ സമത്വത്തിനായുള്ള പോരാട്ടം ശക്തമായി. എന്നാൽ അതിനെതിരെ വലിയ എതിർപ്പുണ്ടായി. ഇന്നും സംവരണം ദുർബലമാക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. യോഗ്യരായ ആളുകൾ ഇല്ല എന്ന പേരിൽ ഒഴിവുകൾ നിറയ്ക്കാതെ വിടുന്നു. സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവന്ന് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം കുറയ്ക്കാനും ശ്രമം നടക്കുകയാണ്. ഇതിനൊപ്പം മറ്റൊരു വലിയ പ്രശ്നം അപമാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് വിദ്യാർത്ഥികൾ നേരിടുന്ന അവഹേളനങ്ങൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. രോഹിത് വെമുലയുടെ മരണവും പായൽ തഡ്വിയുടെ കേസും ദർശൻ സോളങ്കിയുടെ സംഭവവും സമൂഹത്തെ ഞെട്ടിച്ചു. ഇതുപോലെ അനവധി സംഭവങ്ങൾ ഇന്ന് നടക്കുന്നു. ഈ സാഹചര്യത്തിൽ 2026 UGC സമത്വ നിയമങ്ങൾ കൊണ്ടുവന്നു. സർവകലാശാലകളിൽ വിവേചനം തടയാനായിരുന്നു ലക്ഷ്യം. എന്നാൽ അതിന് ശക്തമായ എതിർപ്പുണ്ടായി. കോടതികൾ അത് റദ്ദാക്കി. ഇന്ന് ബി ആർ അംബേദ്കർ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ജാതിനാശം ഇന്നും പൂർണ്ണമായിട്ടില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. സമത്വത്തിലേക്കുള്ള ഈ യാത്രയ്ക്ക് തുറന്നും മറഞ്ഞും എതിർപ്പുകൾ തുടരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ജാതി വ്യവസ്ഥ അവസാനിപ്പിക്കുന്ന ഒരു സമൂഹം നിർമ്മിക്കുക. അതാണ് യഥാർത്ഥമായി അംബേദ്കറെ ആദരിക്കുന്നത്.